ട്രംപിനെ കാണുവാനില്ല, ട്രംപ് ഈസ് ഡെഡ്, വേർ ഈസ് ട്രംപ് ഹാഷ്ടാഗുകൾക്ക് വിരാമമിട്ട് വൈറ്റ് ഹൗസ് പോസ്റ്റ് ചെയ്ത ചിത്രം. ട്രംപിന് ആരോഗ്യ പ്രശ്നങ്ങളോ, അംഗച്ഛേദം ചെയ്യേണ്ടി വരുമോ? ഇന്നലെ കണ്ണും തിരുമി എക്സിന്റെ തിരുമുറ്റത്തേക്ക് എത്തിയവർ ഞെട്ടി, വീണ്ടും വീണ്ടും ഞെട്ടി. ഇന്നലെ വരെ തീരുവയ്ക്കുമേൽ തീരുവയും ഒക്കെ ചുമത്തി പല രാജ്യങ്ങളെയും വട്ടത്തിലാക്കിയ, കാനഡയെ അമേരിക്കയുടെ 51ാം സംസ്ഥാനമാക്കുമെന്ന് പറഞ്ഞ, ഗ്രീൻലാൻഡ് അമേരിക്കയുടെ ഭാഗമാണെന്ന് അവകാശവാദം ഉന്നയിച്ച അതേ ട്രംപ് മരിച്ചത്രേ. തമ്പുരാനെ മാലോകരെല്ലാം കൂടി പ്രാഗി കൊന്നുവെന്ന ചിന്തയിൽ ഓടി നടന്ന് മറ്റു സൈറ്റുകളൊക്കെ പരിശോധിച്ചപ്പോഴാണ് പലർക്കും സംഭവം കല്ലുവെച്ച നുണ, വൈറൽ ഹെൽത്ത് ഗോസിപ്പ്, തെറ്റായ വിവരം, സംഘടിത തട്ടിപ്പ് എന്നീ വിഭാഗത്തിൽപ്പെട്ടതായിരുന്നുവെന്ന് മനസ്സിലാകുന്നത്. എന്തായാലും ട്രംപ് ജീവിച്ചിരിപ്പുണ്ട്, ഇതുവരെ അദ്ദേഹത്തിനൊന്നും പറ്റിയിട്ടില്ല എന്ന് വ്യക്തമാക്കാൻ പേരക്കുട്ടികളായ കായ് ട്രംപിനും സ്പെൻസർ ട്രംപിനും ഒപ്പം ഗോൾഫ് കളിക്കാൻ പോകുന്ന ട്രംപിന്റെ ചിത്രം വൈറ്റ് ഹൗസ് പുറത്തുവിട്ടു. പിന്നീട് വൈറ്റ് ഹൗസിന്റെ സൗത്ത് ലോണിൽ ട്രംപ് നിൽക്കുന്ന ചിത്രവും പുറത്തുവിട്ടു. എന്തായിരുന്നു ആ ഹാഷ്ടാഗ് ട്രംപ് ഈസ് ഡെഡ്, വേർ ഈസ് ട്രംപ്? ഹൃദയാഘാതം മൂലം ട്രംപ് 6 മുതൽ 8 വരെ മാസം കൂടിയേ ജീവിക്കുമെന്ന് അവകാശപ്പെടുന്ന ഒരു വീഡിയോ. ദ സിംപ്സൺ ഷോയുടെ സൃഷ്ടാവായ മാറ്റ് ഗ്രോയിനിങ് 2025 ജൂലൈയിൽ സാന്റിയാഗോയിലെ ഒരു പരിപാടിയിൽ പരമ്പരയുടെ ഭാവിയെക്കുറിച്ച് പറഞ്ഞ തമാശ ട്രംപ് ഈസ് ഡെഡിനൊപ്പം ചേർത്ത് വെക്കേണ്ടതാണിതും. പരമ്പര അവസാനിപ്പിക്കാൻ ആലോചനയൊന്നുമില്ല, ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും, ആരെങ്കിലും മരിക്കുന്നത് വരെ തുടരാം. നിങ്ങൾക്കറിയാമല്ലോ ആരാണ് മരിക്കുകയെന്ന്. അദ്ദേഹം മരിക്കുമ്പോൾ തെരുവുകളിൽ ആളുകൾ ആനന്ദ നൃത്തം വയ്ക്കും. പ്രസിഡന്റ് വാൻസ് അന്ന് നൃത്തം നിരോധിക്കും. ട്രംപുമായി ബന്ധപ്പെട്ട ദ സിംപ്സൺ സീരീസ് പ്രവചനങ്ങൾ സത്യമായതും നിരവധി പേർ ഇത് വിശ്വസിക്കാൻ കാരണമായി. ഇങ്ങനെ ഒരു നുണ എങ്ങനെ ട്രെൻഡിംഗ് ആയി? ഒന്ന്, ട്രംപിന്റെ മാനസിക ശാരീരിക ക്ഷമതയെപ്പറ്റി ആരോഗ്യ വിദഗ്ധരും മനഃശാസ്ത്രജ്ഞരും നടത്തിയ പരസ്യ പ്രസ്താവനകളാണ്. ഡിമെൻഷ്യയും ചലനശേഷിയിലെ ഗുരുതര പ്രശ്നങ്ങളും ഉൾപ്പെടെ ആരോഗ്യ പ്രശ്നങ്ങൾ ട്രംപിനുണ്ടെന്ന സൂചന. ഈ മാസം 26-ന് ശേഷം ട്രംപിനെ പൊതുവേദികളിൽ കാണാതിരുന്നത്. കയ്യിലെ പാടും കാലിൽ കണ്ട നീരും. കയ്യിലെ പാട് മറയ്ക്കാൻ ട്രംപ് മേക്കപ്പ് ചെയ്യുന്നെന്ന വാർത്ത. പ്രസിഡന്റിന് ക്രോണിക് വെനസ് ഇൻസഫിഷ്യൻസി അഥവാ കാലിൽ നിന്ന് രക്തം ഹൃദയത്തിലേക്ക് എത്താത്ത അവസ്ഥയുണ്ടെന്ന വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരലിൻ ലെവിറ്റിന്റെ പ്രസ്താവന. വൈറ്റ് ഹൗസിലെ ഡോക്ടർ ഷോൺ ബാർബറല്ല പറയുന്നത്, ഷെയ്ഖാൻഡ് നൽകുന്നതിലൂടെയും ആസ്പിരിൻ ഉപയോഗിക്കുന്നതിലൂടെയുമുള്ള ചെറിയ പ്രശ്നമാണിതെന്നാണ്. ഇതിനൊക്കെ പുറമെ UC ഡേവിസ് ഹെൽത്തിലെ വാസ്കുലർ സർജറി അസോസിയേറ്റ് പ്രൊഫസറായ മിമി ക്വാങ് ഹെൽത്ത് സെന്ററിന്റെ ബ്ലോഗിൽ CVIയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അംഗച്ഛേദം അഥവാ മ്യൂട്ടേഷൻ വരെ വേണ്ടി വന്നേക്കുന്നതാണ് ഈ അവസ്ഥയെന്ന് പറയുന്നത്. ഇതും ഊഹാപോഹങ്ങൾക്ക് കാരണമായി. എന്നാൽ മ്യൂട്ടേഷനിലേക്ക് എത്തിക്കുന്ന വൃക്ക സംബന്ധമായ തകരാറുകളടക്കം ട്രംപിനില്ല എന്നാണ് വിവരം. വൈസ് പ്രസിഡന്റ് JD വാൻസ് USA ടുഡേക്ക് നൽകിയ അഭിമുഖവും വലിയൊരു കാരണമായി. പ്രസിഡന്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇനി അങ്ങനെ വന്നാൽ തന്നെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ താൻ തയ്യാറാണെന്നാണ് വാൻസ് പറഞ്ഞത്. ഇതും ഇത്തരം ചർച്ചകൾക്കിടയാക്കി. ഫോട്ടോയിൽ കാണുന്നത് ട്രംപിന്റെ ബോഡി ഡബിളോ? ട്രംപിനൊന്നും പറ്റിയില്ലെന്ന് വ്യക്തമാക്കാൻ വൈറ്റ് ഹൗസ് പുറത്തുവിട്ട ചിത്രത്തിനു പിന്നാലെ വീണ്ടും അഭ്യൂഹങ്ങൾ പരന്നു. ഫോട്ടോകളിൽ കാണുന്നത് പ്രസിഡന്റ് അല്ല, അദ്ദേഹത്തിന്റെ ബോഡി ഡബിൾ ആണെന്നാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച. വൈറ്റ് ഹൗസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലെ ലൈവ് സ്ട്രീം പ്രവർത്തനരഹിതമാണെന്ന് ചില നെറ്റിസൺസ് പറയുമ്പോൾ പെന്റഗൺ പീസ സൂചികയിൽ കയറ്റമുണ്ടെന്ന് മറ്റു ചിലർ പറയുന്നു. എന്തെങ്കിലും വമ്പൻ സംഭവ വികാസം ഉണ്ടാകുന്നതിന് മുൻപ് പെന്റഗണിലെ ഉദ്യോഗസ്ഥർ ഓവർ ടൈം ചെയ്യാറുണ്ടെന്നും അത് സമീപത്തെ പിസ്സ ഷോപ്പുകളിൽ ഓർഡർ കൂട്ടുമെന്നുമുള്ള സിദ്ധാന്തമാണിത്. ഇനി വാൽകഷ്ണം. ട്രംപുമായി ബന്ധപ്പെട്ടതെല്ലാം വാർത്തയാകുന്ന കാലത്ത് ട്രംപ് മരിച്ചെന്നത് ട്രെൻഡിംഗ് ആയതിൽ അത്ഭുതപ്പെടാനില്ല. എന്നാൽ മൈറ്റി അമേരിക്കയുടെ പ്രസിഡന്റ് മരിച്ചില്ലെന്ന് തെളിയിക്കാൻ വൈറ്റ് ഹൗസിന് ഫോട്ടോ ഇടേണ്ടി വന്നു എന്നതിലാണ് പ്രശ്നം. ഹാഷ്ടാഗുകൾ മിനിറ്റുകൾക്കകം ട്രെൻഡിംഗ് ആയത് ട്രംപിന്റെ മരണം ആഗ്രഹിക്കുന്നവരേറെയോ എന്ന ചിന്തയും ഉയർത്തുന്നു. ഇതൊക്കെ കണ്ടാലെങ്കിലും ട്രംപ് മാറി ചിന്തിക്കാൻ തയ്യാറാകുമോ എന്തോ.